ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള നൈറ്റി നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പാർട്ട് 1 ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണേ നൈറ്റിയുടെ നെക്ക് ഡിസൈൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. ഞാനിവിടെ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് ഞാൻ നെക്കിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നേരെ അടിയിലേക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പം 5.5 ഇഞ്ച് ഇവിടെയാണ് വരണേ. ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ബോക്സ് പോലെ വരച്ചു കൊടുക്കാം കേട്ടോ. അതിനായിട്ട് അടിഭാഗത്തും ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അടിഭാഗത്തും 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിനൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് മുകളിലേക്ക് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലേക്ക് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പം ഇതുപോലെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഒരു ഷേപ്പ് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതേ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ അടിയിലേക്ക് ഞാനൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 3.25 ഇഞ്ച് നേരെ അടിയിലേക്ക് മാർക്ക് ചെയ്തു. ഇനി അടുത്തതായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇതേ ടേപ്പ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒരു 3.25 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതുപോലെ ഒന്ന് ചെരിച്ച് 3.25 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഈ ഒരു പോയിന്റും നമുക്കൊന്ന് കർവ് ചെയ്തിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ ദേ ഈ ഒരു പോയിന്റും നമ്മൾ കർവ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വരച്ചേക്കടെ തന്നെ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു സെൻറ്റർ പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതേ ഈ ഒരു പീസ് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ദേ ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് നിവർത്തി കാണിക്കാം കേട്ടോ. അപ്പം നിവർത്തിയിട്ട് വരുമ്പോൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കണേ. ഈ ഒരു സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടൊരു ക്ലോത്ത് വെച്ച് ചെയ്തെടുക്കാം. അപ്പം ഇനി അടുത്തതായിട്ട് ഈ ഒരു സെൻറ്റർ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, അതിന് മാച്ചിങ് ആയിട്ട് ഞാനൊരു മെറ്റീരിയൽ ഇവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 2 പീസായിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഒറ്റ പീസാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തുണി നിഴലടിക്കും. അതുകൊണ്ട് 2 പീസ് ഞാൻ ഇതുപോലെ ഒരുമിച്ചിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കറക്റ്റ് ഈ ഒരു സെൻറ്റർ പോർഷൻ കറക്റ്റ് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഇതേ ഷേപ്പ് നമുക്കങ്ങ് ട്രേസ് ചെയ്തെടുക്കാം. ഇപ്പം കറക്റ്റായിട്ട് ഇതേ ഷേപ്പ് തന്നെ ഞാൻ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പാറ്റേൺ നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നോക്കുക, ഈ ഒരു 3 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് തയ്യൽ തുമ്പ് ഇടണ്ട. ഈ ഒരു 3 സൈഡിലും നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതേ ഷേപ്പ് തന്നെ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചുറ്റും 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തപ്പോൾ കുറവാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ചുറ്റും തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് കുറവാണ്. അപ്പോൾ 1 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു 3 സൈഡിലും കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഞാൻ ഇതേ ഷേപ്പ് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരച്ചേക്കടെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് പോവാം.
അങ്ങനെ ഈ ഒരു സെൻറ്റർ പോർഷനിലേക്ക് വെക്കാനുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ലേസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലേസ് ചീപ്പായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ലേസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല നിങ്ങൾക്ക് ക്ലോത്ത് വെച്ചിട്ട് തുണി വെച്ചിട്ട് മറച്ചടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ലേസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു ലേസിൻ്റെ നല്ല വശം ചേർത്ത് വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അങ്ങനെ ചുറ്റും ഈ ഒരു ഷേപ്പിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തി ഇതുപോലെ അടിച്ചു കൊടുക്കാം. ആ ഒരു കോർണർ എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് വളഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റും അടിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലെ ലേസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എളുപ്പമായിട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ബാക്ക് പീസിൽ ക്രോസ് പീസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ മനസ്സിലാവുന്ന പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ പറഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെ ചുറ്റും നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഓരോ കോർണറിലും ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് മറച്ചെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് അങ്ങനെ തയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പോയിന്റിലും ചെറിയൊരു കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുറ്റും കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മളിതേ ചുറ്റും ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റിലും ഇതുപോലെ കട്ടിട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലേസ് അങ്ങ് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ച് കഴിഞ്ഞാൽ ലേസിൻ്റെ നല്ല വശം നമുക്ക് കിട്ടും. അതിനുശേഷം ഒന്ന് അരികത്തേക്കട പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ചുറ്റും പതിച്ചടിച്ചു കൊടുക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നൈറ്റി കട്ടിങ് ആയാലും ചുരിദാർ കട്ടിങ് ആയാലും ട്രെൻഡിങ് ടോപ്പിൻ്റെ കട്ടിങ് ആയാലും എല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ലേസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു നെക്കിന് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്ക് നെക്കും നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതല്ല ക്രോസ് പീസ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ആ ഒരു യെല്ലോ ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു പീസാണ് നമ്മൾ സെൻറ്ററിലേക്ക് വെക്കുന്നത്. ഇത് ഇതുപോലെ 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നീങ്ങി പോവാണ്ടിരിക്കാനായിട്ട് ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരികത്തേക്കടെ തന്നെ റൗണ്ടിലങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെ ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു നെക്കിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് തുണിയുടെ നല്ല വശത്തേക്കായിട്ട് ലേസിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ചുറ്റിനും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുറ്റും കട്ട് ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ ചുറ്റും നമ്മൾ ചെറിയ കട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ലേസ് ഇതുപോലെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് അരികത്തേക്കടെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെ ഈ ഒരു മുകൾ ഭാഗം നമ്മൾ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ആ മഞ്ഞ മെറ്റീരിയൽ നമുക്ക് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഉള്ളിലോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് മുട്ടുസൂചി വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ടുസൂചി വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അരികത്തേക്കൂടെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം.
അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ബാക്ക് പോർഷനെ നല്ല വശം ചേർത്ത് വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചതിന് ശേഷം നമുക്ക് 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ചെരിച്ച് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 സൈഡിലും നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണേക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് സ്ലീവിൻ്റെ അരിക് വശം മടക്കി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ തേരുവശം ആയതുകൊണ്ട് ഞാനിപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് സ്ലീവ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ്. ഈ ഒരു ഷോൾഡർ ജോയിൻറ്റിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ വെച്ച് കൊടുക്കണം. ഷോൾഡർ ജോയിൻറ്റും സ്ലീവിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന പോലെ വെച്ച് കൊടുക്കണം. ബോഡി പാർട്ടിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് സ്ലീവിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അവിടെ നിന്ന് റിട്ടേൺ സ്റ്റിച്ച് ചെയ്ത് വന്ന് ഈ ഒരു സൈഡിലേക്കും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം. 2 സൈഡിലും നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഫൈനൽ ലുക്ക് കാണിക്കാം.